റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടൽ കണ്ടിട്ടുണ്ടോ? അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും കടലിന്റെ അടുത്തേക്ക് പോവുകയോ കടലിന്റെ അടുത്ത് നിൽക്കുകയോ അല്ലെങ്കിൽ കടലിൽ യാത്ര ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? വ്യക്തമായ ഹദീസുകളിൽ, അതായത് സഹിയായ ഹദീസാവട്ടെ ദഈഫായ ഹദീസാവട്ടെ അല്ലെങ്കിൽ സീറകളിലാവട്ടെ, എവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടൽ കാണുകയോ കടലിന്റെ അടുത്തേക്ക് പോവുകയോ ചെയ്തതായിട്ട് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കടൽ കണ്ടിട്ടേ ഇല്ലായിരുന്നു എന്നാണ്. എന്തിനധികം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടൽ കണ്ടിട്ടില്ല എന്നോ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു കടലിന്റെ അടുത്ത് പോയ യാതൊരു റിവായത്തോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളത് പലരും ഇസ്ലാം സ്വീകരിക്കാൻ കാരണക്കാരായിരുന്നു എന്നാണ്. ഒരു ഫ്രഞ്ച് സെയിലർ ഉണ്ടായിരുന്നു, വോയിസ് കേൾക്കുന്നുണ്ടോ അറിയില്ല, മൈക്ക് എടുത്തിട്ടില്ല. അപ്പോൾ അയാളൊരു കപ്പിത്താനായിരുന്നു. അപ്പൊ അയാൾ ഖുർആനില് ഈ കടലിനെ കുറിച്ചും മറ്റൊക്കെ രേഖപ്പെടുത്തിയത് വായിച്ചിട്ട് അപ്പൊ അവര് മനസ്സിലാക്കിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കപ്പലിൽ യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ കടലിൽ പോവുകയോ ചെയ്തിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കടൽ ജീവിതം അല്ലെങ്കിൽ കപ്പൽ അല്ലെങ്കിൽ കടലിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നോക്കിയ സമയത്താണ് അവർ മനസ്സിലാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെയും കടൽ കാണുകയോ കടലിൽ യാത്ര ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതോടുകൂടി മൂപ്പർ ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. കാരണം അവർ പറയുന്നുണ്ട് കപ്പലും കപ്പലൊന്നും കാണാത്ത ഒരാൾ ഒരിക്കലും ഇത് എഴുതാൻ സാധ്യതയില്ല, ഇത് അള്ളാഹുവിന്റെ വഹീ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശരീരം കൊണ്ടാട്ടോ, അതായത് ജിസ്മിയായ രൂപത്തിൽ കടലിന്റെ അടുത്ത് പോയിട്ടില്ല എന്നുള്ളതാണ് രേഖപ്പെടുത്താത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കടൽ എന്തായിരുന്നു എന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. വഹീ മുഖേനയും സ്വപ്നത്തിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തെ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ അവ്വലു ജയ്ഷിൻ, അതായത് എന്റെ ഉമ്മത്തിൽ നിന്നുള്ള ആദ്യത്തെ കടൽ കടന്ന് യുദ്ധം ചെയ്യുന്ന ആ ഒരു സൈന്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിരുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ഹദീസ് പറയുന്നുണ്ട്, ബുഖാരിയിലൊക്കെ ഉള്ളതാണ്. അപ്പോ ഈ ഒരു ഹദീസ് സഹാബത്തിനൊക്കെ അറിയാമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ പലരും അതിന് ആഗ്രഹം ഉണ്ടായിരുന്നു. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ സമയത്ത് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അന്ന് സിറിയയിലാണ്, ഷാമിലാണ്. അപ്പൊ അവരാണ് കടലിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അപ്പൊ അവർ ഉമർ റളിയല്ലാഹു കത്ത് എഴുതിയിരുന്നു. ഈ ഹദീസ് അവർക്ക് അറിയാവുന്നത് ഞാൻ ഇങ്ങനെ കടൽ കടന്നിട്ടുള്ള ഒരു സ്ഥലം ഉണ്ട്, അവിടെ കീഴടക്കാൻ പോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിന് എന്തില്ല, കടൽ കണ്ടിട്ടേ ഇല്ല, ഉമർ റളിയല്ലാഹു കടൽ എന്താണെന്ന് അറിയില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, ആ കത്ത് കിട്ടിയ സമയത്ത് തന്നെ നേരെ ഈജിപ്തിലേക്ക്, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആണ് അന്ന് ഈജിപ്ത് ഭരിക്കുന്നത്. ഷാമിൽ മുആവിയ റളിയല്ലാഹു അൻഹു, ഇവിടെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അപ്പൊ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കടലിനടുത്താണ്, നമുക്കറിയാം ഈജിപ്ത് കടലിനടുത്താണ്. അപ്പോൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കത്ത് എഴുതുന്നുണ്ട്, സിഫ്ലിൽ ബഹർ, കടൽ എനിക്കൊന്ന് വിവരിച്ചുകൊണ്ട് എന്താണ് ഈ കടൽ എന്ന് പറഞ്ഞ സാധനം, എന്താണ് അതിന്റെ രൂപം, എന്താ സിഫ്ലി, അതായത് അത് കടൽ എന്താന്ന് പറഞ്ഞുകൊണ്ടാന്ന് പറഞ്ഞിട്ട് കത്ത് എഴുതുന്നുണ്ട്. അപ്പോൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കടലിന്റെ രൗദ്രഭാവങ്ങളൊക്കെ എഴുതി പോയി. അതായത് കടൽ എന്ന് പറഞ്ഞാൽ അടിയിൽ ഫുൾ എങ്ങോട്ട് നോക്കിയാലും വെള്ളമായിരിക്കും, മുകളിൽ ആകാശമായിരിക്കും, അങ്ങനെ ഭയങ്കര ഇതായിട്ട് എഴുതി കൊടുത്തത്. അതായത് കടലിന്റെ ഭയങ്കര ഒരു രൗദ്രത മൊത്തം എഴുതിയിരുന്നു എന്നാണ്. അതോടുകൂടി ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, മുആവിയ റളിയല്ലാഹു അൻഹു കത്ത് എഴുതിയിട്ട് പറഞ്ഞു, എന്നാ ആരും എന്ത് ചെയ്യേണ്ട, യുദ്ധത്തിന് പോകേണ്ട, കാരണം ആ കടലിൽ കൂടെ ഒന്നും അങ്ങനെ മുസ്ലിമിന്റെ ഒരു ജീവിതം വെച്ച് കളിക്കണ്ട എന്നുള്ള രീതിയിൽ അത് ഇതാക്കിയതാണ്. പിന്നീട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ സമയത്ത് വീണ്ടും മുആവിയ റളിയല്ലാഹു അൻഹു കത്ത് എഴുതാണ്, ഞാനിങ്ങനെ ആ ഒരു നാട് പോയി കീഴടക്കട്ടെ, കപ്പലിൽ പോയിട്ട് കീഴടക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഇതാണ് ആദ്യമായിട്ട് കടൽ കടക്കുന്ന സൈന്യത്തിൽ ഞാൻ ഉണ്ടാവണം, അല്ലെങ്കിൽ എന്റെ സൈന്യമാണെന്ന് മുആവിയ റളിയല്ലാഹു അൻഹു നല്ല താല്പര്യം ഉണ്ടായിരുന്നു. കാരണം അത് പൊറുക്കപ്പെട്ടവരാണ് എന്നുള്ള ഒരു ഹദീസിലുണ്ട്. അപ്പൊ അങ്ങനെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സമ്മതം കൊടുക്കുകയും അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു സൈന്യവുമായിട്ടാണ് ആദ്യമായിട്ട് എന്ത് ചെയ്ത് കടൽ കടക്കുന്നത്. അപ്പോൾ വ്യക്തമായ ഹദീസിലോ അല്ലെങ്കിൽ റിവായത്തിലോ അല്ലെങ്കിൽ സീറകളിലോ ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കടൽ കാണുകയോ കടലിന്റെ അടുത്ത് വരികയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്.